ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി. ഇനി ആലയം ഉണ്ടായാലും ഇല്ലെങ്കിലും അവസരം ആ നഗരം അവർക്ക് പ്രധാനപ്പെട്ടതാണ്. ഇന്നും അവർക്ക് അത് പ്രധാനപ്പെട്ടതാണ്. അനിൽകുമാറാണ് ഇസ്ലാമിന്റെ ഫത്വ കൊടുക്കുന്ന ആള്. അതെ 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 നിങ്ങൾ വ്യാഖ്യാനിക്കുക, എന്തൊക്കെയാ വ്യാഖ്യാനം? അതെ 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 നിങ്ങളുടെ സ്ഥിതി അതുപോലെ കണ്ടില്ലേ, അക്ബറൊക്കെ കിടന്ന് കരഞ്ഞോണ്ടിരിക്കുന്നത്. താങ്കൾ വരൂ, താങ്കളെ വെല്ലുവിളിക്കാണ്. ഒരു 10 ലക്ഷം രൂപ ഞാൻ വെല്ലുവിളി. താങ്കൾ വരൂ, താങ്കൾ സംവദിക്കാൻ വരൂ, ധൈര്യമുണ്ടെങ്കിൽ വരൂ. ആരുമായിട്ട് ആമി പറ, ആരുമായിട്ടാണ്? വാട്സപ്പ് നമ്പർ PM അയക്കൂ, ഞാൻ നിങ്ങളെ ക്ഷണിക്കാം. അല്ല ഇവിടെ വെച്ച് നമുക്ക് വാട്സാപ്പ് ഒന്നും വേണ്ട, പബ്ലിക്കിൽ തന്നെ സംസാരിക്കാം. ഇവിടെ നിങ്ങൾ വാതിലടച്ചിട്ട് തുണി അഴിച്ച് കാണിക്കണ സ്വഭാവമല്ലേ കാണിക്കണത്? അവനെടുത്ത് പുറത്തേക്കിടാ, അവനെടുത്ത് പുറത്താക്കടാ, അതേ പറ്റുള്ളൂ നിങ്ങക്ക്. നിങ്ങൾ ധൈര്യമുണ്ടെങ്കിൽ വരൂ. അനിൽ വരൂ, അനിൽകുമാർ വരൂ, വരൂ. വാട്സപ്പ് നമ്പർ അയക്കൂ, ഞാൻ ക്ഷണിക്കാം നിങ്ങളെ. നിങ്ങൾ മാന്യമായിട്ട് സംബന്ധിക്കാൻ നിങ്ങൾക്ക് മ്യൂട്ട് ചെയ്യില്ല, ദയവേ തന്നെ മ്യൂട്ട് ചെയ്യരുത്. മാന്യമായിട്ട് സംബന്ധി പറയട്ടെ. മ്യൂട്ട് ചെയ്യല്ലേ, നിങ്ങൾ ഈ സ്വഭാവം എല്ലാരും പറയുന്നുണ്ട്. ഈ ഗ്രൂപ്പിനെ കുറിച്ച് എല്ലാവരും പറയുന്നത് ഇതാണ്. നിങ്ങൾ കാര്യം പറയുമ്പോ ഈ വ്യാഖ്യാനം നൽകി മറ്റൊരു തെറ്റിദ്ധരിപ്പിക്കാണ്. ധൈര്യമുണ്ടെങ്കിൽ വരൂ. ധൈര്യമുണ്ട്. അമിയനെ ഞങ്ങൾ ധൈര്യത്തോടെ വെല്ലുവിളിക്കുകയാണ്. അമി ഞങ്ങളെ വെല്ലുവിളിച്ചിരിക്കുകയാണല്ലോ. ആരുമായി സംവാദം നടത്തണം, എപ്പോൾ നടത്തണം, എങ്ങനെ നടത്തണം, അതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു സെക്കൻഡ് ജയ്സ് പറയാം, നമ്മുടെ കൂട്ടത്തിലുള്ളവർ ഒന്ന് വെയിറ്റ് ചെയ്യും. കാരണം എല്ലാവരും കൂടെ ഇങ്ങനെ കയറി സംസാരിച്ചാൽ ഈ വരുന്ന ഓഡിയൻസ് സ്പീക്കേഴ്സും നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരും കൂടെ കയറി എന്തിനാ ഈ സംസാരിക്കുന്നത്? എനിക്ക് പിടി കിട്ടുന്നില്ല അതിനകത്ത് ലോജിക്ക് എന്തുവാന്ന്. പുള്ളിക്കാരൻ പറഞ്ഞെങ്കിൽ പുള്ളി പറഞ്ഞ് തീർക്കട്ടെ. പുള്ളിക്കാരൻ പറയുന്നതിന്റെ ഇടയ്ക്ക് നമ്മൾ എന്തിനാ ഈ ഇടയ്ക്ക് കയറി സംസാരിക്കുന്നത്? ഓക്കെ, പുള്ളി പോയോ? എന്താ അവസ്ഥ? ഓക്കെ, അതായത് നമ്മുടെ അദ്ദേഹത്തിന്റെ പേര് അമീൻ. താങ്കൾക്ക് സംവാദമല്ലേ, താങ്കൾ 8 ലക്ഷത്തിന്റെയോ 10 ലക്ഷത്തിന്റെയോ കണക്കൊക്കെ പറഞ്ഞു. സംവാദമൊക്കെ നടത്താൻ ഞങ്ങൾ തയ്യാറാണ്. താങ്കൾ കാര്യം ചെയ്തോ, ഇപ്പൊ ഈ റൂം എൻഡ് ചെയ്തിട്ടില്ല. താങ്കൾ ആരെയാണോ വിളിച്ചത്? ഞാൻ താങ്കളോടൊരു കാര്യം മാന്യമായിട്ട് പറയാം. തുണി അയച്ചു പറയണതൊക്കെ ഞാൻ തുണി അയക്കും, നിങ്ങൾ തുണി അയച്ചു. ചിലപ്പോ അതൊക്കെ അവിടെ പലതരം ചെയ്യുന്നുണ്ട്. മാന്യമായിട്ടാണല്ലോ നിങ്ങൾ ഇവിടെ സംവദിക്കുന്നത്. ഗദീജ തുണി അഴിച്ച കാര്യമൊക്കെ ഞങ്ങൾ പറയണോ ഇനി? ഗദീജ തുണി അഴിച്ച കാര്യം പറയണം. അത് ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കല്ലേ നിങ്ങൾക്ക് നല്ലത്. മക്കളെ, നിങ്ങൾക്കൊന്നും ബുദ്ധിയും ബോധം ഇത്രയും കാലമായിട്ട് വന്നിട്ടില്ലേ? ഞങ്ങളെ പ്രകോപിപ്പിക്കും തോറും നിങ്ങളുടെ ഓരോ സാധനങ്ങൾ ഞങ്ങൾ വലിച്ചിട്ടിട്ട് നിങ്ങൾ ആകെ സമൂഹത്തിന്റെ മുമ്പിൽ നാണം കെട്ടി നിൽക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? വെറുതെ ഇതിനെ മാന്യമായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ പറയാലോ, വെറുതെ ഞങ്ങളെ കൊണ്ട് ഇതാക്കുന്നത്. മാന്യമായിട്ട് വിളിച്ചു. ആരുമായിട്ടാണ് സംവാദം? പറ, ആരുമായിട്ട് സംവാദം, എവിടെ വെച്ചിട്ട്? ജോർജ് ബ്രദറെ ഒരു സെക്കൻഡ്, ഞാൻ നമ്മുടെ കൂട്ടത്തിലുള്ളവരോടൊന്ന് പറയട്ടെ. ഒരു സെക്കൻഡ് രാജേഷ് ബ്രദറെ, നമ്മുടെ കൂട്ടത്തിലുള്ള ജോർജ് ബ്രദർ, രാജ ബ്രദർ കുറെ നേരമായിട്ട് മൈക്ക് ബ്ലിങ്ക് ചെയ്തോണ്ടിരിക്കുക. നിങ്ങളൊക്കെ ഈ അതിന്റെ ഇടയ്ക്ക് കയറുമ്പോഴത്തേക്ക് എല്ലാവരും കൂടെ കയറുമ്പോൾ ഭയങ്കര ബഹളമല്ലേ ഫീൽ ചെയ്യുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഓക്കെ, അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് സഹോദരൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാവരും കൂടെ ഇടയ്ക്ക് കയറുകയാണ്. അതാണ് ഇവിടെ ഏറ്റവും പ്രശ്നം ഉണ്ടാക്കുന്നത്. ഒരാളെ കാണുമ്പോഴത്തേക്ക് എല്ലാവരും കൂടെ എന്തിനാണ് ഈ കടിച്ചു കയറാൻ ചെല്ലുന്ന പോലെ? പുള്ളിയുടെ മാന്യത ഇല്ലായ്മ പുള്ളി കാണിക്കും. നമ്മളെല്ലാവരും കൂടെ എന്തിനാണ് മൈക്ക് ഉറക്കുന്നത്? ഓക്കെ, അമിയോട് അജീഷ് ബ്രദർ സംസാരിക്കട്ടെ. വേറെ ആരും അജീഷ് ബ്രദർ സംസാരിക്കേ. ഓക്കെ, അമി അനിൽകുമാർ അയ്യപ്പനുമായിട്ടുള്ള സംവാദത്തിന്, അനിൽകുമാർ അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ആണ്. പക്ഷെ അനിൽകുമാർ അയ്യപ്പൻ ചേർന്ന് നിൽക്കുന്ന ഒരു സംഘടനയുണ്ട്. ആ സംഘടനയായിട്ട് അമ്മയുടെ ആൾക്കാർക്ക് സംവാദത്തിന് തയ്യാറാണെന്നുണ്ടെങ്കിൽ അമ്മി എനിക്ക് ബാക്ക് ചാനലിൽ മെസ്സേജ് കൊടുക്കുക. ആരാ പറഞ്ഞത്? ആരാണ്? എന്റെ പേര് അജീഷ് എന്നാണ്. ഓക്കെ, ഞാൻ മെസ്സേജ് വിടാം കേട്ടോ. കാരണം മൂപ്പര് മറ്റേ ഇസ്ലാമിന്റെ ഫത്വ കൊടുക്കുന്ന ആളാണ്. ബൈബിളും ഖുറാനും വെച്ച് നമുക്ക് സംസാരിക്കാം. അജീഷ് ബ്രദറെ വാട്സാപ്പിൽ ഇതൊന്നും വേണ്ട ബ്രദറെ. ഇത് എത്രയോ പ്രാവശ്യം ഇങ്ങനെ വന്നു വാട്സാപ്പിൽ. ഇതിന്റെ പുറകിൽ നമ്മൾ കുറെ ദിവസങ്ങൾ പോയി. ഇത്രയല്ലേ ഉള്ളൂ. ഇവിടെ വെച്ച് സംസാരിക്കും, ഇവിടെ വെച്ച് എല്ലാവരും കേൾക്കല. അനിൽകുമാർ ഇവിടെ വെച്ച് സംസാരിക്കാൻ 2 പേരെ വെച്ചിട്ട് സംസാരിക്കുക. 2 മോഡറേറ്റർ ഉണ്ടാവും, നിങ്ങളോട് സമ്മതിക്കുന്ന ഒരാളുണ്ടാവും. 4 പേരെ വെച്ചിട്ട് സംസാരിക്കാം. 4 പേരെ വെച്ചിട്ട്. ഏത് ടീം ആൾക്കാർ? ആരുമായിട്ട് ഞാൻ സമ്മതിക്കേണ്ടത്? അതായത് ഞങ്ങൾക്ക് ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. ഞങ്ങൾക്ക് ഇപ്പൊ ഇന്ന ഒരാളുകളെ നിങ്ങൾ അസഹിഷ്ണുത കാണിക്കില്ല. നിങ്ങൾ അമി, ഞങ്ങൾക്ക് ഈ ഫേസ്ബുക്കോ വാട്സപ്പോ ഉള്ളതല്ല അമി. ഞങ്ങൾക്ക് പൊതുവായിട്ടുള്ള സ്റ്റേജാണ് ഞങ്ങൾക്ക് താല്പര്യം. അതെ, തീർച്ചയായിട്ടും. പൊതുവായിട്ട് സ്റ്റേജ് ഏത് മറ്റേ പൊതു ഇടത്തിലാ?
എതിരാളി ആരാണെന്ന് പറയണം. എതിർവശത്തു നിന്ന് സംസാരിക്കാൻ വരുന്ന പറയാലോ, ആരാണ്, സംവദിക്കാൻ വരുന്നത് എതിരാളി പറയൂ. ആരാന്ന് പറയാലോ, അതിപ്പോ തന്നെ പറയണോ? തീർച്ചയായിട്ടും പറയണം. ഞാൻ ഞാന് സംവദിക്കേണ്ടത് ആരോടാണെന്ന് ഞാൻ തീർച്ചയായിട്ടും പറയല. ഇപ്പൊ അത് ഞാൻ ഒരു കാര്യത്തിന് ക്ഷണിക്കുമ്പോ ഇങ്ങനെ ഒരു പ്രോഗ്രാം വെക്കുന്നുണ്ട് ക്ലബ് ഹൗസിൽ. അതിന് രണ്ടുപേരും മോഡറേറ്റർ, ഒരു പേര് നിങ്ങളെ ഭാഗത്തുനിന്നുണ്ടാവും, ഒരു പാട് എന്റെ ഭാഗത്തുനിന്നുണ്ടാവും. ഇല്ല. അനിൽകുമാറിനായിട്ട് നിങ്ങൾ സംവാദത്തിന് ആരാണ്? ക്ഷണിക്കുന്നു. ആരാണെന്ന് അറിയിക്കാം. ആരാണ്? നിങ്ങൾ എന്തിനാ ഇത്ര ടെൻഷൻ ആവണം? എന്തിനാ? നിങ്ങൾ ഇവിടെ വന്ന് നിങ്ങൾ എന്നെ സംവാദത്തിന് വിളിക്കുമ്പോ ആരാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്ന ആളാന്ന് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണോ നിങ്ങൾ എന്നെ വന്ന് വിളിക്കുന്നത്? അതായത് ഞാൻ പ്രോഗ്രാം സെറ്റ് ചെയ്തിട്ടില്ല. പ്രോഗ്രാം ഒന്നും സെറ്റ് ചെയ്യാതെ ചുമ്മാ ഒന്ന് ഇത് ഷോ കാണിച്ചാണല്ലേ? അല്ല, അങ്ങനെയല്ലല്ലോ. അങ്ങനെ അനിൽകുമാർ ന്യായമായി സംസാരിക്കൂ. നിങ്ങൾ ഈ സംഗീസം കാണിക്കൽ എന്തോന്ന് ന്യായം? സംഗീസം വിട്. നിങ്ങളുടെ ജിഹാദിസം നിങ്ങൾ കയ്യിൽ വെക്കും. ഞാൻ ജിഹാദി തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. അത് ഞങ്ങൾക്ക് അറിയാലോ. കാരണം നിങ്ങൾ ഒരുപാട് അത് ഞങ്ങൾക്ക് അറിയാലോ. നിങ്ങൾ ഒരുപാട് ചാപ്പൂത്തി തന്നാണല്ലോ. നിങ്ങളൊരു യഥാർത്ഥ മുസ്ലിം ആണെങ്കിൽ നിങ്ങൾ ജിഹാദി ആയിരിക്കണം. തീർച്ചയായിട്ടും. ജിഹാദിന്റെ അർത്ഥം അറിയാത്ത താങ്കളോട് ജിഹാദിന്റെ അർത്ഥമൊക്കെ നന്നായിട്ട് അറിയാം. അതാണ് പറഞ്ഞത്. ഖുർആനും ഖുർആനും ബൈബിളും വെച്ച് സംവദിക്കാൻ വരൂ. ഞാൻ പ്രോഗ്രാം അറിയിക്കാം. സമ്മതിക്കാം. അതിനു മുമ്പ് ആരാണ് സംവാദകൻ എന്ന് അറിയണം. ഞാൻ പറയുന്നത് അനിൽകുമാർ അയ്യപ്പൻ സംവാദത്തിന് പറയണമെങ്കിൽ മിനിമം MM അക്ബർ എങ്കിലും എതിർവശത്ത് ഉണ്ടായിരിക്കണം. മിനിമം MM അക്ബർ എങ്കിലും വേണം എതിർവശത്ത്. അതിൽ താഴെ കുറഞ്ഞ പുള്ളികളൊന്നും വേണ്ട. മനസ്സിലായ? അത്രേ ഉള്ളു കാര്യം. അതിനെന്താ കുഴപ്പമൊന്നേ? ശരി, എന്നാ ഡേറ്റ് പറയൂ, എപ്പോഴത്തേക്ക് പറ്റും? MM അക്ബറിനോട് ഞാൻ പറയുന്നത് ആദ്യം ഒന്ന് അങ്ങോട്ട് കേൾക്കൂ. നിങ്ങൾ മാത്രം സംസാരിച്ചോണ്ടിരിക്കുക. പറയൂ. അല്ല, നിങ്ങൾ ഫത്വ ഇറക്കണത് കാണുമ്പോ അനിൽകുമാർ എവിടെയാണ് ഫത്വ? കുറെ കാലം ഇതിന്റെ അകത്തിരുന്നിട്ടല്ലേ ഈ പറഞ്ഞുകൊണ്ടിരിക്കണത്. അനിൽകുമാർ അയ്യപ്പൻ സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുന്ന വീഡിയോ ഒക്കെ കാണും. യൂട്യൂബിൽ കയറി നോക്ക്. നിങ്ങളെ പോലെ വീട്ടിനകത്ത് റൂമിലെ മുഹമ്മദീസിനെ പോലെയൊക്കെ. അനലച്ച ഒരു സെക്കൻഡ്, എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്തേ. ഒരു സെക്കൻഡ് പ്ലീസ്. പുള്ളിക്കാരന്റെ കാര്യം പുള്ളിക്കാരൻ ഇപ്പം പറഞ്ഞേക്കുന്ന അനുസരിച്ച് നമുക്ക് ഒരു സെക്കൻഡ്, പുള്ളിയെ ഞാൻ മേളോട്ട് എടുക്കാണ്. ഞാൻ പുള്ളിയോട് പറയാം. ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യും. അല്ല, നമ്മുടെ ഇടയിൽ ആരും ഉണ്ടല്ലേ? അമി താങ്കൾ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? കേൾക്കുന്നുണ്ട്. ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്യാമോ? ഞാൻ താങ്കളോട് പറയാം. അവര് സംസാരിച്ച ശേഷം താങ്കൾക്ക് ഞാൻ അവസരം തരാം, അപ്പൊ താങ്കൾ സംസാരിക്കും. അതല്ലേ എന്റെ ശരി? തീർച്ചയായിട്ടും. ഓക്കെ, മൈക്ക് മ്യൂട്ട് ചെയ്യും. ഇനി അജീഷ് ബ്രദർ കംപ്ലീറ്റ് ചെയ്യുക. അല്ല, എന്റെ അച്ഛൻ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾക്ക് ഈ ക്ലബ് ഹൗസോ വാട്സപ്പോ ഫേസ്ബുക്കോ ഇങ്ങനെയുള്ള ചെറിയൊരു മാധ്യമത്തിൽ ഇരുന്നുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാനുള്ള താല്പര്യമില്ല. ഞങ്ങൾക്ക് ചെയ്യാനുള്ള താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവായിട്ടുള്ള സ്റ്റേജിൽ ചെയ്യാനാണ്. അത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അനിൽകുമാർ അയ്യപ്പനാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും പൊതുവായിട്ടുള്ള സ്റ്റേജിൽ ഞങ്ങൾ സംവാദം നടത്തിയിട്ടുണ്ട്. അതിന്റെ നിങ്ങൾ യൂട്യൂബിൽ കയറി സാക്ഷി അപ്പോളജിസ്റ്റ് നെറ്റ്വർക്കോ അല്ലെങ്കിൽ ട്രൂത്ത് വെയിറ്റേഴ്സോ യൂട്യൂബിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം. അങ്ങനെ ഒരു സംവാദത്തിന് തയ്യാറാണെങ്കിൽ മിനിമം MM അക്ബറിനെ കൊണ്ടുവരണം. അതാണ്. ഇനി MM അക്ബറിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ സാക്ഷി അപ്പോളജിസ്റ്റിന്റെ ഇതിൽ നിങ്ങൾക്ക് 1 ലക്ഷം രൂപ നിങ്ങൾക്ക് അപ്പോൾ തന്നെ പാരിതോഷികം തരുന്നതാണ്. അതിന് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ മുകളിൽ ഒരു ലിങ്ക് കിടപ്പുണ്ട്. ഞങ്ങൾ പൊതുവായിട്ടുള്ള സ്റ്റേജിൽ പൊതുവായിട്ട് വിളിച്ചു പറഞ്ഞ സംഭവമാണത്. അത് അമിക്ക് ലഭിക്കുന്നതായിരിക്കും. മനസ്സിലായല്ലോ? അത് 2013 പറഞ്ഞതാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു കാര്യത്തിന് വരിക. നൗഫലെ മൈക്ക് നൗഫൽ ഇപ്പൊ ഇടയ്ക്ക് കയറരുത്. ഞാൻ അമിയെ ഉൾപ്പെടെ മ്യൂട്ട് ചെയ്ത് ഇരുത്തിയേക്കാണ്. നൗഫൽ ഇടയ്ക്ക് കയറരുത്. അമി സംസാരിക്കുന്നില്ല, പിന്നെ നൗഫലിന് ബുദ്ധിമുട്ട്. അജീഷ് ബ്രദർ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു വിഷയത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. MM അക്ബറുമായിട്ടുള്ള മിനിമം MM അക്ബറിനെങ്കിലും കൊണ്ടുവരണം. പൊതുവായിട്ടുള്ള സ്റ്റേജ് എന്ന് വെച്ചാൽ ഏതെങ്കിലും YMCA ഹാളോ അല്ലെന്നുണ്ടെങ്കിൽ YWC അങ്ങനെയുള്ള എന്തെങ്കിലും വലിയൊരു ഹാളിൽ വെച്ചുള്ള സംവാദത്തിനെ ഞങ്ങൾക്ക് താല്പര്യമുള്ളൂ. അല്ലാതെ ഈ ഒരു സംവാദ മേഖലയിൽ ഇരുന്നുകൊണ്ട് ചെയ്യാൻ താല്പര്യം. കാരണം കുറച്ച് പേരെ കേൾക്കുന്നുള്ളൂ. അതുകൊണ്ട് പൊതുവായിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് നിങ്ങളുടെ ആൾക്കാരെ കൊണ്ടുവരാൻ ഞങ്ങൾ നാളുകളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു സുന്നി പണ്ഡിതന്മാരുമായിട്ടുള്ള സംവാദത്തിന് പേപ്പർ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നീട് അവരായിട്ട് തന്നെ അത് നിർത്തിവെച്ചിരിക്കുകയാണ്. എന്താണെന്നറിയില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് മിനിമം ഇങ്ങനെയുള്ള ഒരു കാര്യത്തിലേക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ചെറിയൊരു റൂമിൽ നിങ്ങൾ രണ്ടുപേരും അങ്ങനല്ല, പരസ്പരം മുഖത്തോട് മുഖം ഒരു പൊതുവായിട്ടുള്ള സ്റ്റേജിൽ ഇരുന്ന് സംവാദത്തിന് തയ്യാറാണ്. മിനിമം MM അക്ബറിനെയും കൊണ്ടുവരേണ്ടി വരും. ഓക്കെ ഇനി അമ്മിക്ക് പറയാനുള്ളത് പറയാം. ഒരു സെക്കൻഡ് നമ്മുടെ ഇടയിൽ ആരും മൈക്ക് ഓപ്പൺ ചെയ്യരുത്. അമ്മി കംപ്ലീറ്റ് ചെയ്യുന്ന അമ്മി എന്ത് പറഞ്ഞാലും നമ്മുടെ ഇടയിൽ ആരും മൈക്ക് ഓപ്പൺ ചെയ്തു. അമ്മി ഞാൻ പറഞ്ഞ കേട്ടു. നമ്മുടെ ഇടയിൽ ആരും ഇനി മൈക്ക് ഓപ്പൺ ചെയ്തു. അമ്മി ഞാൻ ഇപ്പൊ ഇവിടെ ഈ ടോപ്പിക്കുമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന 2 ദിവസങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന
ഈ ക്ലബ് ഹൗസിൽ നടക്കുന്ന ചർച്ചകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പബ്ലിക് പ്ലേസിലേക്ക് കൊണ്ടുവരുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. അതിപ്പോ നിങ്ങൾ പറയുന്ന ഒരു കണ്ടീഷനാണ്. ആ കണ്ടീഷൻ എന്നെ കൊണ്ട് കഴിയാത്തതൊന്ന്, ഇവിടെ നിങ്ങൾ സംസാരിക്കുന്ന ഈ ടോപ്പിക്കുമായിട്ട് അനിൽകുമാറിനോട് സംസാരിക്കാൻ അക്ബറിന്റെ ഒരാവശ്യമില്ല. ഒരു 7ാം ക്ലാസ് വരെ മദ്രസ കൃത്യമായിട്ട് പഠിച്ച ഒരാൾക്ക് കഴിയാവുന്ന ഒരു കാര്യമാണ് അനിൽകുമാറിനോട് സംബന്ധിക്കാൻ. അത് ആരാണ് സജസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് പിന്നീട് അറിയിക്കാം. ക്ലബ് ഹൗസിൽ ഇങ്ങനെയുള്ള ഇപ്പൊ നിങ്ങൾ ഗ്രൂപ്പിട്ട് നിങ്ങൾ പറഞ്ഞ ആളുകള്, നമ്മളെ ഭാഗത്തുനിന്ന് ആളുകളെയും വെച്ച് നമുക്ക് സംവദിക്കാൻ അനിൽകുമാറിന് താല്പര്യമുണ്ടെങ്കിൽ വരാം. ജയ്സ് ബ്രദർ ഒരു സെക്കൻഡ് അനിലച്ചൻ മറുപടി കൊടുക്കട്ടെ. അനിലച്ചൻ മറുപടി പറയും. ശരി, ഞാൻ പറയാം. അദ്ദേഹം പറഞ്ഞ ഇതനുസരിച്ചിട്ട് സംവാദക്ഷണം നമ്മൾ സ്വീകരിക്കുകയാണ്. നമുക്കൊരു പ്രശ്നമൊന്നുമില്ല, സംവാദക്ഷണം സ്വീകരിച്ചു. പക്ഷേ സംവാദകനായി ക്രൈസ്തവ പക്ഷത്ത് നിന്ന് അനിൽകുമാർ അയ്യപ്പൻ ഉണ്ടാവുകയില്ല. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള സഹോദരന്മാരൊക്കെ ഉണ്ട്. 7ാം ക്ലാസ്സിലത്തെ ടീംസിനൊക്കെ ആയിട്ടില്ല. അതിന് ലെവലായിട്ട് ഞങ്ങളുടെ ഇതിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സൺഡേ സ്കൂൾ പിള്ളേരൊക്കെ ഞങ്ങൾ എടുത്തുകൊണ്ട് വരും. അവരൊക്കെ മതി അതിന്. ഓക്കെ. അപ്പൊ അനിൽകുമാറിന് താല്പര്യമില്ല? താല്പര്യമില്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. സംവാദം ഉണ്ടെന്നല്ലേ പറഞ്ഞേ. സംവാദത്തിന് നമ്മൾ റെഡിയാണെന്ന് പറഞ്ഞല്ലോ. താല്പര്യമില്ല എന്ന് പറഞ്ഞു. സംവാദത്തിന് ഞങ്ങൾ റെഡിയാണ്. അപ്പൊ നമ്മള് നിങ്ങൾ ഈ കണ്ടീഷൻ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ഇല്ല, എന്തുകൊണ്ട്? നിങ്ങൾ പറയുന്നത് 7ാം ക്ലാസ്സിലെ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ സംബന്ധിക്കും. അനിൽകുമാർ അയ്യപ്പൻ അവിടെ സംവാദകന്റെ ആ കസേരയെ വന്നിരിക്കണമെങ്കിൽ അതിന്റെ ആവശ്യമില്ലാന്ന് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അത് തന്നെ ഞങ്ങൾ പറയുന്നത്. അതെ, അതിന്റെ ആവശ്യമില്ലാന്ന് നിങ്ങൾ പറയുന്നു. അത് തന്നെയാണ് ഞങ്ങളും പറയുന്നത്. അവിടെയൊക്കെ നിങ്ങൾ ഈ അറിവിന്റെ പരിമിതി വെച്ചിട്ട് സംസാരിക്കാൻ ഈ 7ാം അവിടെ നിർത്തി. ഒരു സെക്കൻഡ്, ഞാൻ പുള്ളിക്ക് കൊടുത്ത അവസരമല്ല. അമ്മി എന്തിനാണ് ഇടയ്ക്ക് കയറുന്നത്? പ്ലീസ്. സംസാരിച്ചപ്പോ ആരും ഇടയ്ക്ക് കയറിയില്ലല്ലോ. അതെ, അപ്പൊ ഇത്രേ ഉള്ളു കാര്യം. ഞങ്ങൾക്ക് സംവാദത്തിന് ഞങ്ങൾ ഒരു താല്പര്യക്കുറവില്ല. ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ സസന്തോഷം സംവാദക്ഷണം സ്വീകരിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സംവാദകർ ആരാണെന്ന് ഞങ്ങൾ പുറകെ പറയാം. മനസ്സിലായോ? അതല്ല ഇപ്പൊ തന്നെ പറയണമെന്നുണ്ടെങ്കിൽ പറയാം. ഞങ്ങളുടെ സൺഡേ സ്കൂളിലെ പിള്ളേരൊക്കെ ഉണ്ട്. ബിൽനോയി അല്ലെങ്കിൽ ജിജോ, ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ ആളുകളൊക്കെ ഉണ്ട്. അത് സൺഡേ സ്കൂളിലെ പിള്ളേരൊക്കെയാണ്. അപ്പോൾ അവരെ ഞങ്ങൾ കൊണ്ടുവന്ന് ഇരുത്തിക്കോളാം. അവർക്ക് ഈ വിഷയമൊക്കെ പഠിച്ചിട്ടുള്ളവരാണ്. അവർ സംസാരിച്ചോളൂ. മനസ്സിലായോ? ഞാൻ പറയണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ എൻ്റെ നിബന്ധന മറുവശത്ത് അവിടെ ഉണ്ടായിരിക്കേണ്ടത് അക്ബർ ആയിരിക്കണം. അത്രേ ഉള്ളൂ. ഇനി താങ്കൾ. അതായത് ഇപ്പോ എന്റെ സുഹൃത്തിന്റെ ഒരു മകനുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ മനസ്സിൽ ചിന്തിച്ചേക്ക്, താങ്കൾ ഈ ഇവിടെ പറഞ്ഞ ഈ അറിവ് അത് കോട്ട് ചെയ്ത് കൃത്യമായിട്ട് അതിന്റെ ധാരണ കറക്റ്റ് സംവാദം നടത്താൻ അതിന്റെ ആവശ്യമുള്ളതെന്നാണ് എനിക്ക് തോന്നിയത്. അക്ബറിന്റെ വരേണ്ട ഒരു കാര്യമില്ല. വളരെ നിസ്സാരമായ കാര്യങ്ങളാണ് നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിനക്ക് പറ്റുന്നുണ്ടെങ്കിൽ കൊണ്ടുപോകാം. പറ്റും. ഇവിടെ കിടന്ന് താളം വിടാം. താങ്കൾക്ക് അനിൽകുമാറിനെ പറ്റി ഞാനൊരു വാക്ക് പറഞ്ഞു. ഒരു സെക്കൻഡ് അല്ലെ, ഇത് എന്താണ് ഈ പുള്ളി പറയുന്നത്? ഒരു സെക്കൻഡ് ഞാൻ തരാം. ഒരു സെക്കൻഡ്, ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. അമി, താങ്കൾക്ക് ഞാൻ അവസരം തന്നു. പക്ഷെ താങ്കൾ ഇവിടെ ഒരു സംവാദത്തിന് വേണ്ടിയിട്ട് ഈ ഒരു പ്രിന്റിലൊന്ന് മൈക്ക് മ്യൂട്ട് ചെയ്യാമോ? ഓക്കെ. താങ്കൾക്ക് ഞാൻ സംസാരിക്കാൻ അവസരം തന്നതിന്റെ റീസൺ വേറൊന്നുമല്ല. താങ്കൾ ഇവിടെ ഒരു ഡിബേറ്റിന് ചലഞ്ച് ചെയ്തുകൊണ്ടാണ്. പക്ഷെ താങ്കളുടെ ചലഞ്ച് വളരെ ഒരു ലോ ലെവലായിട്ടുള്ള ഒരു ചലഞ്ച് ആയിപ്പോയി. ഒന്നെങ്കിൽ താങ്കൾക്ക് ഇപ്പൊ ഇതിനെ പറ്റിയിട്ട് 7ാം ക്ലാസ് താങ്കൾ പറഞ്ഞല്ലോ, 7ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാൻ പറ്റും എന്ന് പറഞ്ഞു. എങ്കിൽ താങ്കൾ ഇപ്പോൾ ഇവിടെ നിൽക്കൂ. ഇവിടെ നിന്ന് താങ്കൾ അനിൽകുമാർ ഇവിടെ ഉണ്ടല്ലോ, ഇപ്പൊ നിലവിലുണ്ടല്ലോ, ഇവിടെ സംവാദം നടക്കുകയാണല്ലോ. അപ്പൊ താങ്കൾ 7ാം ക്ലാസ് വേണ്ട, താങ്കൾ തന്നെ ആയിക്കോട്ടെ. അപ്പൊ ഇച്ചിരി ഹൈ സ്റ്റാൻഡേർഡ് കിട്ടുമല്ലോ. താങ്കൾ ഇപ്പൊ ഇവിടെ സംവാദിക്കൂ. അതിന് പ്രശ്നമുണ്ടോ അമിക്ക്? താങ്കൾക്ക് സംവാദിക്കാമല്ലോ, വേറെ എങ്ങോട്ടും പോകണ്ട. ഇനിയിപ്പം ഈ വിഷയം താങ്കൾ എടുത്തത് കൊണ്ട് ഞാൻ പറയാണ്, ഈ വിഷയത്തിൽ താങ്കൾക്ക് സംവാദിക്കാൻ പറ്റുമെങ്കിൽ ഇപ്പൊ സംവാദിക്കൂ. ഇനിയിപ്പോ 7ാം ക്ലാസ്സിന് തപ്പിപ്പോണ്ടല്ലോ. 7ാം ക്ലാസ്സും 5ാം ക്ലാസ്സിലേക്ക് പോയാൽ ചർച്ച ആ രീതിയിൽ പോകും, എങ്ങും എത്തത്തില്ല. നമുക്ക് ഒരു കൺക്ലൂഷൻ ഇപ്പൊ താങ്കൾക്ക് 7ാം ക്ലാസ്സിനേക്കാളും അറിവുണ്ടെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ താങ്കൾ ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യാൻ റെഡിയാണോ? അമ്മി പറയൂ. ബെസ്റ്റ് കമന്റ്. അബ്ദുള്ള ജൂഡ് ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്യാമോ? അബ്ദുയല്ലോ, പുള്ളിക്കാരനൊന്ന് മൈക്ക് മ്യൂട്ട് ചെയ്ത്, അല്ലെങ്കിൽ മൈക്ക് മ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, ഇനി അമ്മി സംസാരിക്കും. അനിൽ അയ്യപ്പനുമായിട്ട് ഈ ഗ്രൂപ്പിലിരുന്ന് സംവദിക്കാൻ താല്പര്യമില്ല, വേറെ ഗ്രൂപ്പിലേക്ക് മാറ്റി വേണ്ട ആളൊരു മോഡറേറ്റർ ആയിട്ട് ഇരുന്ന് സംവദിക്കാൻ തയ്യാറുണ്ടോ? വരും. അമ്മി ഉത്തരം പറയുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ അടുത്ത ആളിലേക്ക് ഉത്തരം പറഞ്ഞു. അതായത് വേറൊരു ഗ്രൂപ്പ് ഇട്ടിട്ട് ആ ഗ്രൂപ്പിൽ അനിൽകുമാറും ഞാൻ ധാരാളാണെന്ന്
എം അക്ബറൊക്കെ ഇദ്ദേഹത്തോട് സംസാരിക്കാൻ പറ്റും. വളരെ നിസ്സാരമായ കാര്യങ്ങളാണ് ഇയാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ ചിന്താഗതി കൂടെ വളച്ചൊടിക്കാണ്. അല്ല ഇയാളാണ് വിഷയം മാറ്റിക്കൊണ്ടുപോവാണ്. ഇയാളെ ഇറക്കി വിടുക, അതായിരിക്കും നല്ലത്. ഇയാളെ വിഷയം മാറ്റിക്കൊണ്ടുപോവാണ്. അപ്പൊ ചോദ്യം അവിടെ നിൽക്കല്ലേ? അല്ല, അമ്മി പറഞ്ഞതിന് ഒരു ഇതേ ഉള്ളൂ. എം എം അക്ബറിനെ അല്ല സാറേ, ഒരു മിനിറ്റ്. മോഡറേറ്റർമാര് കയറി ഇടപെട്ട് അതിനുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക. കാരണം ഇത് എല്ലാവരോടും കയറി ഓരോരുത്തരോട് സംസാരിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് എബൻ ബ്രോ അതിനുള്ള കാര്യം പറയൂ. അദ്ദേഹം ഇവിടെ വന്നിട്ട് വിഷയം മാറ്റാനുള്ള പരിപാടി നോക്കിയാൽ അത് പുള്ളി പോയി സംസാരിച്ചായിരുന്നോ? അപ്പൊ അത് വിടുക. പിന്നെ വേറൊരു കാര്യം, ഒരു കാര്യം പറഞ്ഞു. ഒരു മുഹമ്മദ് ഷെരീഫ്, ഒരു മിനിറ്റ് പോയിട്ടൊന്നുമില്ല. ഞാൻ അങ്ങനെ പേടിച്ചു പോണം. നിങ്ങൾ ഈ പറഞ്ഞവര് വെറുതെ എന്തെങ്കിലും വിളിച്ചാൽ ഒരു മിനിറ്റ് അതെന്താ ഈ റൂമില് അമ്മയ്ക്ക് സംസാരിക്കാൻ പറ്റാത്തത്? ഇവിടെ നിങ്ങളൊരു കാര്യം പറഞ്ഞിട്ട് ഈ കാലത്തിനടക്ക് ഞാൻ ഇവിടെ കയറി വന്നിട്ട് ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ടോ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ടും അത് മുഴുവൻ കേൾക്കാനോ കേട്ട് അതിന് കൃത്യമായുള്ള ഒരു ഡിബേറ്റ് എന്നുള്ള രീതിയിൽ മാന്യമായിട്ട് സംസാരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ശരി, ഈ കാലം വരെ കഴിഞ്ഞിട്ടില്ല. അല്ല അനിൽ ബ്രദറെ സംസാരിക്കല്ല, ഒരു മിനിറ്റ്. സംസാരിച്ചോട്ടെ എബൻ ബ്രോ, ഞാനും സംസാരിച്ചോട്ടെ. അമ്മി, എത്ര പ്രാവശ്യം താങ്കൾ ഇവിടെ വന്ന് ഏതൊക്കെ വിഷയത്തിലാണ് താങ്കൾ ഇവിടെ കയറി വന്ന് സംസാരിച്ചത് ഈ ട്രൂത്ത് വെറ്റേഴ്സിന്റെ ചാനലിൽ? ഇവിടെ ഒരു വിഷയമല്ലല്ലോ ചർച്ച ചെയ്യുന്നത്. ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ആയത്ത് എടുത്ത് ഒരു അതല്ല ചോദിച്ചത്, ഞാൻ അതല്ല ചോദിച്ചത്. താങ്കൾ എത്ര പ്രാവശ്യം ഈ റൂമിൽ കയറി വന്ന് ട്രൂത്ത് വെറ്റേഴ്സിന്റെ റൂമിൽ കയറി വന്നിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടെന്നാണ് ചോദിച്ചത്? ഒരു 3 പ്രാവശ്യമെങ്കിലും വന്നിട്ടുണ്ട്. അതോടുകൂടി നമുക്ക് ഏതൊക്കെ വിഷയമായിരുന്നു? വിഷയം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കേൾക്കുന്ന വിഷയം സംബന്ധമായി. ഇവിടെ ഒരു വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യാറില്ലല്ലോ. അല്ല, ഞാൻ ഒരു കാര്യം പറയാം. ഇതില് താങ്കൾ ഈ അമ്മി എന്നുള്ള പേരിൽ ഈ പ്രൊഫൈൽ പിക്ചറിന്റെ ഇതിൽ തന്നെയാണോ താങ്കൾ? ഈ പ്രൊഫൈൽ പിക്ചർ അല്ല, ഇത് പിന്നെ ഏതായിരുന്നു? ഞാന് പ്രൊഫൈൽ പിക്ക് അങ്ങനെ പലതും ഞാൻ മാറ്റാറുണ്ട്. ഒരു കണ്ടിന്യൂറ്റി ഒരെണ്ണം ഇടാറില്ല. ആണല്ലോ. ഇനി ഒരു കാര്യം പറയാം. എന്ന് ട്രൂത്ത് വെറ്റേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട് അന്ന് മുതൽ ഫുള്ള് ഞങ്ങളുടെ ലൈവ് കിടപ്പുണ്ട്, ഞങ്ങളുടെ ഇതിൽ കിടപ്പുണ്ട്. ഞങ്ങൾ അത് പരിശോധിച്ചിട്ട് താങ്കൾ എത്ര എണ്ണത്തിന് കയറി വന്നിട്ടുണ്ടെന്ന് ഞങ്ങൾ ധൈര്യമായിട്ട് നോക്കിക്കോളൂ. എനിക്ക് ഒരു കാര്യം പറഞ്ഞ അടുത്ത സെന്റൻസിലേക്ക് വരുമ്പോ ഈ അത് തന്നെയാ പറയുന്നത്. അനിൽകുമാറിനെ വൃത്തികെട്ട രീതിയിൽ അങ്ങനെയുള്ള രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ച് മുഹമ്മദിന്റെ വിഷയങ്ങൾ എടുത്തിടും. അതുകൊണ്ട് വ്യക്തിപരമായിട്ടുള്ള അമ്മി സംസാരിക്കുന്നതൊക്കെ താങ്കൾ ഇവിടെ കയറി ഈ ട്രൂത്ത് വെറ്റേഴ്സിന്റെ എല്ലാ പ്രോഗ്രാമിലും അനിൽകുമാർ എന്നോട് സമ്മതിക്കാൻ വരുമോ? വേറെ ഗ്രൂപ്പ് അമ്മി ഒരു കാര്യം പറയാനൊക്കെ ഞാൻ പറയുന്നത് കേൾക്കാം, അതിനുശേഷം സംസാരിക്കാം. ഞാൻ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് നിങ്ങൾ കയറാ, നിങ്ങൾക്ക് ഉള്ള അവസരത്തിൽ കയറാതെ ഒരു കാര്യം മാത്രം ഒന്ന് പറഞ്ഞോട്ടെ. അമ്മി, ഞാൻ അജീഷ് ബ്രദറിന് സമയം കൊടുക്കാണ്. പുള്ളി കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ഞാൻ മൈക്ക് എടുക്കാവൂ. ഓക്കെ, അജീഷ് ബ്രദർ കംപ്ലീറ്റ്. ഓക്കെ അമ്മി, ഞാൻ അമ്മിയോട് ചോദിക്കുന്നത്, ഈ ട്രൂത്ത് വെറ്റേഴ്സിന്റെ എല്ലാ പ്രോഗ്രാമിലും അനിൽകുമാർ അയ്യപ്പൻ ബ്രദർ ഇവിടെ വന്നിരുന്ന് ഇതേപോലെ മോശം പറയുകയാണ്. ഈ ക്ലബ് ഹൗസിലെ എല്ലാ പരിപാടിക്കും പുള്ളി ഹാജരായിട്ട് ഇതേപോലെ ഇരുന്ന് മോശം പറയുന്നതായിട്ടാണ് അമ്മി കണ്ടിട്ടുള്ളത്. അമ്മിക്ക് മറുപടി വരാം. അതായത് അങ്ങേരുടെ ഒരു ചിന്താതലത്തിൽ നിന്നും എടുത്തിട്ടാണ് അങ്ങേരെ ഇഷ്ടം മാതിരി അത് ദുർവ്യാഖ്യാനം ചെയ്തിട്ടാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഞാൻ ചോദിച്ചത് അതല്ല. എല്ലാ പ്രോഗ്രാമിലും ക്ലബ് ഹൗസിൽ ഇടുന്ന എല്ലാ റൂമിലും ഞങ്ങളുടെ ഈ പ്രോഗ്രാമിലും സമയത്തൊക്കെ അങ്ങനെ ആയിരുന്നു. എങ്ങനെ ഞാൻ വന്നിരുന്ന സമയത്തൊക്കെ അങ്ങനെ. എന്റെ അമ്മ എന്തിനാ പറഞ്ഞത് കള്ളം പറഞ്ഞത്? ആ പുള്ളി 3 വന്നിട്ടില്ല. അതിനെ പറഞ്ഞ് ഞാനാണ് ഈ ക്ലബ് ഹൗസ് മോഡറേറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാനാണ് ഓരോ വിഷയം എഴുതിയിട്ടുണ്ടിരിക്കുന്നത്. അത് അമ്മ മനസ്സിലാക്ക്. പുള്ളി 3-4 പരിപാടിക്ക് വന്നിട്ടില്ല. ആ വരാത്ത പരിപാടി വരെ താങ്കൾ ഇപ്പൊ അനിൽകുമാർ ഇപ്പൊ മോശം പറഞ്ഞെന്നുള്ള രീതിയിലാണല്ലോ സംസാരിക്കുന്നത്. അയാള് തൊള്ള നിറഞ്ഞാല് തോന്നി. ആരാണ്? എം എം അക്ബറിന്റെ കാര്യമാണോ അപ്പൊ പറഞ്ഞത്? എം എം അക്ബറിന്റെ കാര്യമാണോ പറഞ്ഞത്? അല്ല, നിങ്ങളുടെ ആൾക്കാർ തൊള്ള കടന്ന് റോഡിൽ കടന്ന് തോന്നിയാസം പറഞ്ഞോണ്ടല്ലോ ഞങ്ങൾ ഇതേപോലെ സംസാരിക്കേണ്ടി വന്നത്. അനിൽകുമാർ നമുക്കുള്ള ഇരയുള്ളൂ. വേറെ ഗ്രൂപ്പ് ഇട്ട് വരൂ, ഞാനൊന്ന് ഇന്റർഫിയർ ചെയ്യാം. ഞാൻ റെഡിയാണ്. അമ്മി ഒന്ന് മ്യൂട്ട് ചെയ്ത്. ഓക്കെ, ഇപ്പം എല്ലാ വിഷയങ്ങളും നമ്മൾ അങ്ങോട്ട് അമ്മി ഒന്ന് മ്യൂട്ട് അമ്മി മ്യൂട്ട് ചെയ്യൂ. എനിക്ക് മ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ്. ഓക്കെ, എല്ലാ വിഷയങ്ങളും ഇപ്പൊ അങ്ങോട്ട് തൽക്കാലത്തേക്ക് മാറ്റിയേക്കാണ്. അമ്മിക്ക് ഇപ്പൊ ഈ കാര്യത്തിൽ
ഓരോ ഓരോ ആൾക്കാരെ അമ്മിയോട് സംസാരിക്കത്തുള്ളൂ. ആരാണ് സംസാരിക്കുന്നത്? അനിലച്ചാനാണെങ്കിൽ അനിലച്ചാൻ, ഒരാള് സംസാരിക്കത്തുള്ളൂ. അമ്മി സംസാരിക്കുമ്പോൾ വേറെ ആരും കയറത്തുമില്ല. എന്താ പറയാ, വർഗീസ് ജാൻ ഇവിടെ ഉണ്ടോ? ഇല്ലല്ലോ, ഞാനൊന്നും പോയോ? പറയട്ടെ. ഓക്കെ, അമ്മി സംസാരിക്കുമ്പോൾ വേറെ ആരും കയറത്തില്ല. ഒരു സെക്കൻഡ്, ആരും സംസാരിക്കുന്നത് ഇപ്പൊ എന്റെ ഇടയ്ക്ക് ആരും പറയല്ലേ പ്ലീസ്, ഈ കാര്യം ഒന്ന് കഴിഞ്ഞോട്ടെ. അമ്മി സംസാരിക്കുമ്പോൾ വേറെ ആരും കയറത്തില്ല, അല്ലെങ്കിൽ അവര് സംസാരിക്കും അമ്മിയും കയറരുത്. ഇപ്പൊ ഈ വിഷയത്തെ പറ്റി അമ്മിക്ക് സംസാരിക്കാൻ പറ്റുമോ ഇല്ലയോ? അമ്മിക്ക് കഴിഞ്ഞ കാര്യത്തെ ഒക്കെ അങ്ങോട്ട് മാറ്റി ടൈം കൊടുക്കുക, ഒരു മിനിറ്റ് ടൈം കൊടുക്കുക. സംസാരിക്കാം, ഓരോ മിനിറ്റ് വീതം വെച്ച് സംസാരിക്കാം. അമ്മിക്ക് റെഡിയാണോ? ഞാൻ മോഡറേറ്റ് ചെയ്യാം. അമ്മി റെഡിയാണോ? ഞാന് ഇവിടെ വന്നത് ഒരു ഡിബേറ്റിന് ഒരു ക്ഷണം എന്നുള്ള വൈകാരികമായിട്ടാണ് സംസാരിക്കുന്നത്. അമ്മി ഇത്രയും കിടന്ന്, അമ്മി ഒരു സെക്കൻഡ് എന്നാ വെയിറ്റ് ചെയ്യും. ഞാനൊരു കാര്യം കൂടെ പറയാം. അമ്മിക്ക് ഇത്രയും നേരം അമ്മി പറഞ്ഞു, ഞങ്ങൾ കേട്ടു. ഈ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യാനായിട്ട് ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ഞാനിപ്പോ വന്നത്. അമ്മിക്ക് ആ സൊല്യൂഷൻ ഇല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് അമ്മി ഇവിടെ കിടന്ന് ഇതിനെ അലങ്കോലമാക്കാനായിട്ട് വന്നാണെന്ന് ഞാൻ. അല്ല സുഹൃത്ത് സഹോദരൻ, ഞാൻ ഒരു കാര്യം, എന്റെ വ്യക്തമായിട്ടൊരു കാര്യം ഞാൻ പറഞ്ഞു തീരട്ടെ, എന്നിട്ട് ഞാൻ പൊക്കോളാം. ഞാൻ ഇത് അലമ്പാക്കാനല്ല, ഞാൻ നിരന്തരമായിട്ട് ഇവിടെ വരുന്ന സമയത്ത് താഴെ ഇരുന്നിട്ടാണ് നിങ്ങളെ ക്ലബ്ബിൽ കേൾക്കാറുള്ള ഒരു വ്യക്തിയാണ്. കഴിയുന്ന സമയത്തൊക്കെ എൻട്രീസ് ചെയ്ത് കേട്ടാറുണ്ട്, ചിലതൊക്കെ പറയുമ്പോൾ എടുത്ത് താഴെ ഇടാറുണ്ട്. അങ്ങനെ ഞാൻ ഇപ്പൊ ഇവിടെ വന്നത് അനിൽകുമാറിനോട് ഇങ്ങനെ കാര്യം അവതരിക്കും. ഞാൻ ഇപ്പൊ ഡ്യൂട്ടിക്ക് ഇടക്ക് ഒരു ഏകദേശം 1/2 മണിക്കൂർ എനിക്ക് ബ്രേക്ക് കിട്ടിയപ്പോ ഇത് കേട്ടപ്പോ ഞാനിവിടെ വന്നിട്ട് കയറി സംസാരിക്കേണ്ട ഒരു അവസ്ഥയാണ്. ഞാൻ പിന്നെ ഒരു ദിവസത്തേക്ക് ഒരു ഡിബേറ്റിന് തയ്യാറുണ്ടോ? വേറൊരു ക്ലബ്ബ് ഇട്ടിട്ട് ആ ക്ലബ്ബിൽ ഇരുന്നിട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു മോഡറേറ്ററോ എന്റെ ഭാഗത്തുനിന്ന് ഒരു മോഡറേറ്ററോ ഇരുന്നിട്ട് കൺട്രോൾ ചെയ്തിട്ട് ബാക്കിയുള്ള ഓഡിയൻസ് ഒക്കെ താഴെ ഇരുത്തിക്കൊണ്ട് സംവദിക്കാൻ തയ്യാറുണ്ടോ എന്ന് ചോദിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഇപ്പൊ സംസാരിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പൊ എന്തെങ്കിലും സംസാരിക്കാൻ? ഇല്ല, എനിക്ക് ടൈം ഇല്ല. കാരണം ഇരിക്കുകയാണെങ്കിൽ അത്രയും സമയം ഇരിക്കേണ്ടി വരും, അതുകൊണ്ടാണ്. ഓക്കെ, അമ്മി പയ്യെ താഴെ പോയിരുന്നു. ഞാൻ ഇത്ര നേരം അമ്മിക്ക് അവസരം തന്നത് അമ്മി സംസാരിക്കുന്നു കരുതിയാണ്. അമ്മി സംസാരിക്കാൻ തയ്യാറല്ല, വെറുതെ വന്ന് അലങ്കോലമൊക്കെ വന്നെന്നുള്ള ഇപ്പൊ തെളിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് അടുത്ത ആളിലേക്ക് പോകും. അഫ്സലാണ് ഇവിടെ ആരോ വർഗീസ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ? വർഗീസ് എനിക്ക് വേണം. വർഗീസ് സാറേ, നമ്മുടെ അജീഷ് ബദറിനെ ബ്ലോക്ക് ചെയ്ത ആരോ ഇതിനകത്ത് കയറിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കുറച്ചുപേരെ ഞങ്ങൾ താഴേക്ക് ഇടുകയാണ്. അജീഷ് ബദർ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മെസ്സേജ് വന്നിരുന്നു. അല്ല എനിക്കല്ല, വർഗീസ് സാറിനാണ് കയറാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ മെസ്സേജ് വന്നത്. വർഗീസ് സാറായിരുന്നോ? ഞാനിപ്പോ ഒരാളെ താഴെ ഇട്ടിട്ടുള്ളൂ, അത് അമ്മിയായിരുന്നു. അമ്മിയാണ് പണി ഒപ്പിച്ചത്. ഒരു കാര്യം, മുഹമ്മദ് ഷെരീഫ് എന്ന് പറയുന്ന ഒരാൾക്ക് ഒരു മറുപടി കൊടുത്തിട്ട്, ഞാഞ്ഞൂലിനോട് സംവാദിക്കാൻ MM അക്ബർ ബെസ്റ്റ്. എന്റെ പൊന്നു സുഹൃത്തെ, ഞാഞ്ഞൂല് പോയിട്ട് ഇപ്പൊ എന്താണ് MM അക്ബറിന്റെ അവസ്ഥയെന്ന് ഞങ്ങൾക്കറിയാം. കിടന്ന് കരച്ചിലും കൂവലും മാത്രമാണ്. അതുകൊണ്ട് MM അക്ബറിനെ ഒരു ഞാഞ്ഞൂലായിട്ട് നിങ്ങൾ കാണരുത്. അതുകൊണ്ട് ആ പരിപാടിയായിട്ട് ഇങ്ങോട്ട് വരണ്ട. അതിനെ ചൂണ്ടയുടെ തുമ്പത്ത് ഇങ്ങനെ കൊരുത്തിയിട്ടിട്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നറിയോ, നല്ല പാടത്ത് കൊണ്ടിട്ട് മീനെ പിടിച്ചോണ്ടിരിക്കുക ഇപ്പൊ. അതുകൊണ്ട് ആ പരിപാടിയായിട്ട് ആ വർത്താനമായിട്ട് ഈ വഴിക്ക് വരണ്ട. വർഗീസ് സാറ് ഒരു തമാശ പോലാണല്ലോ രാവിലെ അമ്മി ഇവിടെ കോമഡികളൊക്കെ പറഞ്ഞതേ. പേര് മാറ്റി വന്നതായിരിക്കും. കാരണം നമ്മുടെ മറ്റു ഗ്രൂപ്പുകൾ നമ്മളിങ്ങനെ അമ്മി എന്ന് പറഞ്ഞ ഒരാൾ വന്ന് സംസാരിക്കുന്നത് കേട്ടിട്ടില്ല. ഞാൻ കേട്ടില്ല. നിങ്ങളാരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. പുള്ളി പറഞ്ഞു നിങ്ങൾ എന്നെ കേറ്റാറുണ്ട്, സംസാരിപ്പിക്കാറുണ്ട്. അല്ല, എനിക്ക് ചോദിച്ചത് ഇപ്പൊ അനിൽ അയ്യപ്പനുമായിട്ട് സംവാദത്തിന് വരാൻ MM അക്ബറിന് വരാൻ പറ്റത്തില്ല. അദ്ദേഹം അത്രയ്ക്ക് ഉയർന്ന സ്റ്റാൻഡേർഡ് ഉള്ളവനാണ്. അല്ല, ഈ പറയുന്നതിനൊക്കെ ഒരു നാണം വേണ്ടേ? നാണം എന്ന് പറഞ്ഞാൽ കാര്യം, കേരളത്തിലുടനീളം നടന്ന് ആരെങ്കിലും സംവാദത്തിന് വരുന്നുണ്ടോ എന്നും പറഞ്ഞ് നെറ്റിക്ക് ഒരു ബോർഡും വെച്ചുകൊണ്ട് നടന്നിട്ട് വേദപുസ്തകത്തിന്റെ ആദിപാഠങ്ങൾ അറിയാത്ത കുറെ പുരോഹിതന്മാരെയും കുറെ പാസ്റ്റർമാരെയും സ്റ്റേജിൽ കയറ്റി നിർത്തി പണ്ഡിത വേഷം കെട്ടി കോമാളിയായി തീർന്ന MM അക്ബറിന് ഇപ്പം അനിലയ്യപ്പനെ പോലെ ഒരാളോട് സംവാദം നടത്താൻ വയ്യെന്നോ? ഇയാൾ എന്തോന്നാ ഇവിടെ പണ്ഡിതം കാണിച്ചേക്കുന്നത്? ഈ ആഴക്കടലിന്റെ ആഴത്തിൽ പോയി കിടന്ന് ഇരുട്ടിനകത്ത് തപ്പിയിട്ട് ഇന്ന് കരയ്ക്ക് കയറാൻ പറ്റാത്ത പാണ്ഡിത്യത്തിന്റെ കാര്യം എന്നാ പറയുന്നത്? മുഹമ്മദിനെ പോലുള്ള ഒരു വ്യക്തിയെ പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിന്റെ ധാർമ്മികതയുടെ ഇസ്ലാമിന്റെ മാനദണ്ഡമാണെന്ന് പറയുന്ന വിവരക്കേട് പറയുന്ന പുള്ളിയാണോ ഈ പണ്ഡിത വേഷം ചെവിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ അടുത്ത് വരുന്നത്? അങ്ങനെയുള്ള വേഷമൊന്നും കിട്ടി ഇവിടെ വന്ന് ഞങ്ങളോട് സംസാരിക്കല്ലേ സഹോദരന്മാരെ. ഞങ്ങൾ ഇത് കുറെ കണ്ടതാ, മനസ്സിലാവുന്നുണ്ടോ? അന്നൊന്നും ഇയാൾക്ക് സ്റ്റാൻഡേർഡ് ഒന്നും ഇല്ലായിരുന്നല്ലോ. ആരെങ്കിലും മതിയായിരുന്നല്ലോ. സ്റ്റാൻഡേർഡ് ഉള്ളവർ വിളിച്ച പോത്തില്ലായിരുന്നു. തിരുവട്ടാർ കൃഷ്ണൻകുട്ടി വെല്ലുവിളിച്ചതാ വരാൻ. അന്നേരം വന്നില്ലെന്ന് മാത്രമല്ല, പുള്ളിയെ സ്റ്റേജിൽ വിളിച്ചിട്ട് സംസാരിക്കാൻ അവസരം കൊടുക്കാതെ ഒരുമാതിരി ഇസ്ലാമിക വൃത്തികേട് കാണിച്ച പുള്ളിയാണ് ഈ MM അക്ബർ. അല്ലെ ഒന്ന് പോയി ചോദിച്ചു നോക്കെ. ഇവിടെ ഇരുന്നോണ്ട് പറഞ്ഞ MM അക്ബർ ഏതാണ്ട് കുണാണ്ടറാന്ന് പറയുന്ന വ്യക്തിയോടൊന്ന് പോയി ചോദിച്ചു നോക്കെ.
അത് കഴിഞ്ഞ് ഏതെങ്കിലും അച്ഛന്മാരെ പിടിച്ചോടും. അവര് ബൈബിൾ അറിയത്തില്ല, അവരവിടെ വന്നിരുന്നോണ്ട് വിവരക്കേടുകൾ പറയും. എന്നിട്ട് പുള്ളി അവിടെ കിടന്നുകൊണ്ട് ഭയങ്കര പണ്ഡിത വേഷം കെട്ടി അരി എത്രാന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാഴിന്ന് ഉത്തരം പറയുന്ന പ്രസംഗം ഞാൻ നേരിട്ട് കേട്ട കാര്യങ്ങളാ. അവിടെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. എം അക്ബറിനോട് ഒരു ചോദ്യം ചോദിച്ചു പോയാൽ ചോദ്യമല്ല ഉത്തരവായിട്ട് ഒരു ബന്ധവും കാണത്തില്ല. പുള്ളി ഒറ്റ പോക്കങ്ങ് പോകും ബബ്ബ അടിച്ചോണ്ട്. പിന്നെ പോയി കറങ്ങി അരമണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ അടുത്ത ചോദിച്ച ഒരാൾക്ക് ഒരു ചോദ്യത്തിന് പോലും ചോദ്യത്തിന് പോലും അവസരം കൊടുക്കാതെ പിന്നെ കുറെ ഗുണ്ടകളെ പോലെ കുറെ എണ്ണം അവിടെ വന്ന് ഇങ്ങനെ മൈക്കും പിടിച്ചോണ്ട് നിൽക്കുന്ന ഒരുമാതിരി തരം താണ വൃത്തികെട്ട പരിപാടി കാണിക്കുന്ന എം അക്ബറിന്റെ അണികളാണ് ഇവിടെ വന്നിരുന്നുണ്ട് ഞങ്ങളെ വെല്ലുവിളിക്കുന്നത്. അങ്ങനെയൊക്കെ അതൊക്കെ കള. സംവാദത്തിന് ചൊണയുണ്ടെങ്കിൽ നട്ടല്ലോ ആണത്തമോ മുജാഹിദ് വാലിശ്ശേരി പറഞ്ഞതുപോലെ ആണത്തമോ ഏതെങ്കിലും ഒരു സാധനം പരിസരത്തൂടെ പോയിട്ടുണ്ടെങ്കിൽ സംവാദത്തിന് വരാൻ പറ. ഞങ്ങൾ പൈസ കൊടുക്കാന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ വന്ന് ഞങ്ങളെ അങ്ങ് തോൽപ്പിച്ച് പൈസ വാങ്ങിച്ചോ അങ്ങ് പോയാൽ മതിയല്ലോ. പിന്നെ അതോടുകൂടി ഞങ്ങൾ കട അങ്ങ് അടയ്ക്കാൻ വേണ്ടി പോവുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ ബൈബിളിന്റെ ദൈവീകത എന്നും പറഞ്ഞ് വിഷയം വെച്ചിട്ട് അമ്മി കേൾക്കാൻ വേണ്ടി പറയുക. അമ്മയൊന്നും മുട്ടലെഴുന്ന കാലമായിരിക്കും. അപ്പൊ പ്രായം ഉണ്ടെങ്കിൽ പോട്ടെ. എം അക്ബറിന്റെ സംവാദത്തിന് വിളിച്ചു ബൈബിളിന്റെ ദൈവീകത എന്ന് പറഞ്ഞു. ഞങ്ങൾ സംവാദം നടത്തിയതാ, സ്റ്റേജ് വെച്ച് സംവാദം നടത്തിയതാ. ആ എം അക്ബർ സ്റ്റേജ് വെച്ച് പറഞ്ഞൊരു കാര്യമാണ്. അടുത്തത് ഖുറാന്റെ ദൈവീകത വിഷയം സംസാരിക്കാൻ വരാൻ തൊട്ട് 21 വർഷം കഴിഞ്ഞിട്ടും അത് വരാതെ നാണം കെട്ട് ഒളിച്ചോടി നടക്കുന്നതിനാണ് നിങ്ങളുടെ എം അക്ബർ. എന്തേ ബൈബിളിലെ ദൈവീകത സംവാദം നടത്താൻ ഞങ്ങളുടെ സ്റ്റാൻഡേർഡ് മതിയായിരുന്നല്ലോ. എന്താ ഖുറാന്റെ വിഷയം വന്നപ്പോ എന്താ മുങ്ങിയതിന്റെ കാര്യം എന്താ? നിങ്ങളുടെ ഖുറാൻ അതുപോലെ പൊളിച്ച് ഞങ്ങൾ അടിക്കും നാണം കെട്ടൊരു കിതാബാണെന്ന് കാണിച്ചു കൊടുക്കുന്നുള്ള ഭയം കൊണ്ടല്ലേ എം അക്ബറും കൂട്ടനും വരാഞ്ഞേ. വൈറ്റിലെ സലഫി ഓഫീസിൽ പോയി ഞാൻ ചോദിച്ചതാ, നേരിട്ട് പോയി ചോദിച്ചതാ സംഭവത്തിന് എന്നാ ഡേറ്റ് ഫിക്സ് ചെയ്യുന്നത്, നമുക്ക് എഗ്രിമെന്റ് ഒപ്പിയാൻ വരാൻ പറഞ്ഞപ്പോ അന്നൊരു ഉളുത്ത ഒരു നെറികെട്ട ഒരുമാതിരി താരം താണ ഒരു കണ്ടീഷൻ മുമ്പോട്ട് വെച്ചിട്ട് മുങ്ങിയ ആളാണ് എം അക്ബർ. മനസ്സിലാവുന്നുണ്ടോ? വാക്കിന് വിലയില്ലയോ എന്ന് ചോദിച്ചപ്പോൾ അത് വാക്കല്ല പറഞ്ഞുള്ളൂ, നമ്മൾ എഴുതിയൊന്നും ഒപ്പിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വാക്കിന് ഞങ്ങളൊക്കെ ഒരു തന്തയ്ക്ക് പറഞ്ഞതാ. അതുകൊണ്ട് ഒറ്റ വാക്കേ ഉള്ളൂ, ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കും, വരുമെന്ന് പറഞ്ഞാൽ വന്നിരിക്കും. അല്ലാതെ വാക്കല്ലയോ അത് നമുക്ക് വിലയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എഴുതിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് മുങ്ങിയ പുള്ളിയാണ് എം അക്ബറിന്റെ ആൾക്കാരെ. സലഫി ഓഫീസിൽ വൈറ്റിലെ പോയിരുന്നോണ്ട് സംസാരിച്ചതാണ്. ഇത് അക്ബറിനോട് ചോദിച്ചു നോക്ക്. എന്നിട്ട് വന്ന് ഞങ്ങളോട് രാവിലെ പറ സൺഡേ സ്കൂൾ പിള്ളേർക്ക് ഏതാണ്ട് മദ്രസ ഈ എന്താ പറയുക ബാലുശ്ശേരി പറഞ്ഞ പോലെ പച്ചപ്പൊട്ടന്മാരെ ഇങ്ങോട്ട് പറഞ്ഞു വിടാനോ? പച്ചപ്പൊട്ടന്മാരുടെ വിവരമൊക്കെ ഞങ്ങൾ ഇവിടെ കാണുന്നുണ്ട് മദ്രസയിലെ. അത് അവിടെ കൈ വെച്ചേച്ചാൽ മതി. പിന്നെ ഈ പണ്ഡിത വേഷം ചമഞ്ഞുകൊണ്ട് ഇപ്പം അക്ബറിനെ മുഹമ്മദിനെ താഴെ ഇറക്കാൻ പറ്റാത്ത രീതിയിൽ മുഹമ്മദിനെ ആക്ഷേപിക്കുന്നു. മുസ്ലിങ്ങളുടെ ചെറുപ്പക്കാരുടെ ഉള്ളിൽ മുഹമ്മദിനെ കുറിച്ച് അപകർഷതാബോധം ഉണ്ടെന്നും പറഞ്ഞ് നാണം കെട്ട് പ്രസംഗിക്കേണ്ട ഗതികേട് വന്ന ആർക്കാ? പണ്ഡിതന്മാരോട് പ്രസംഗിച്ചിട്ടാണോ? അത് ഞങ്ങൾ പറഞ്ഞിട്ടാണോ? ഞങ്ങൾ പറഞ്ഞിട്ട് തന്നെയാണ് ഇപ്പൊ ഈ ഒരു ഗതികേട് ഉണ്ടായിരിക്കുന്നത്. ഞങ്ങൾക്ക് വരുന്നുണ്ട് മെസ്സേജുകള്, നിങ്ങളുടെ പ്രഭാഷണം മൂലം മുഹമ്മദ് എന്ന് പറഞ്ഞ ഈ സാധനത്തെ തിരിച്ചറിയാൻ പറ്റിയെന്ന്. അതുകൊണ്ട് ആ തരത്തിലുള്ള അഭ്യർത്ഥനകളും അഭ്യാസങ്ങളും ഒന്നും ഇവിടെ കൊണ്ട് തൽക്കാലം ഇറക്കണ്ട. നിങ്ങൾക്ക് ചുണയുണ്ടെങ്കിൽ വിളിച്ചോണ്ട് വാ, ഇല്ലെങ്കിൽ മദ്രസ പൊട്ടന്മാർ പിള്ളേരെയും കൊണ്ട് നിങ്ങൾ വീട്ടിൽ ഇരുന്ന് അങ്ങോട്ട് ക്ലാസ് പഠിപ്പിക്കോ വേറെ എന്തെങ്കിലും ചെയ്യിച്ചാൽ മതി കേട്ടോ. കേട്ടപ്പോ പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തോണ്ട് പറഞ്ഞത്. ഇവിടെ വന്ന് ഈ വെല്ലുവിളിക്കുമ്പോഴത്തേക്ക് നമുക്ക് തോന്നുന്നൊരു കോമഡി, അതായത് ഈ തെരുവിലുണ്ടല്ലോ മറ്റേ 10 പൈസ കേട്ടിട്ട് മറ്റേ കിടന്ന് ഈ കൊട്ടേഷനെ വെല്ലുവിളിക്കുന്ന ഒരു രീതിയിൽ ഞങ്ങൾ വിളിക്കുന്നത്. ഇങ്ങനെയാണോ സംവാദത്തിന് വിളിക്കുന്നത്? നാസർ എന്നാ പറയൂ, എങ്ങനെയാണ് ഞങ്ങൾ സംഭവത്തിന് വിളിക്കേണ്ടതെന്നൊന്ന് നാസർ പറഞ്ഞേ. ഒരു മിനിറ്റ് നാസറെ എങ്ങനെയാണ് ഞങ്ങൾ സംഭവത്തിന് വിളിക്കേണ്ടത്? പോലുള്ള ഒരു പച്ചപ്പൊട്ടൻ ആരെങ്കിലും ഒരാൾ സംസാരിക്കും. അല്ല ഞാൻ സംസാരിക്കാം. നാസറെ എങ്ങനെയാണ് പിന്നെ സംഭവത്തിന് വിളിക്കേണ്ടത് ഒന്ന് പറയൂ. നാസർ ഒന്ന് പറഞ്ഞു തരൂ. സംവാദത്തിന് ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ, അതായത് നിങ്ങളെ ഏതൊക്കെ അച്ഛന്മാർ വന്ന് മറ്റേ പൊട്ടി പാളിഷായി അവർക്ക് എന്ത് വിദ്യാഭ്യാസം ഇല്ലായിരുന്നു. അത് നിങ്ങളല്ലേ എഡ്യൂക്കേഷൻ കൊടുക്കണം, നിങ്ങൾ സൺഡേ സ്കൂളിൽ നിന്നല്ലേ കൊടുക്കുന്നത്. ഞങ്ങൾ മദ്രസ അല്ല അങ്ങനെ ആരാ പറഞ്ഞു പൊട്ടിപ്പാളിഷായെന്ന്? വർഗീസല്ലേ ഇവിടെ പറഞ്ഞത്? ഇല്ല പറഞ്ഞിട്ടില്ലല്ലോ, അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. നാസർ വർഗീസ് സാർ ഒരു മിനിറ്റ് പറയാത്ത കാര്യം എന്തിനാണ് നാസറെ ഞങ്ങളുടെ തലയിലോട്ട് വെക്കുന്നത്? ഇപ്പൊ നിങ്ങളല്ലേ പറഞ്ഞത്, നിങ്ങൾ അല്ല അങ്ങനല്ല പറഞ്ഞത്. പുരോഹിതന്മാരെയും പാർഷന്മാരെയും വിളിച്ച് സ്റ്റേജിൽ കയറ്റിയിരുത്തി എം അക്ബർ സംസാരിച്ചു വിട്ടു എന്നാണ് പറഞ്ഞത്. അല്ല പൊട്ടിപ്പാളിഷായെന്ന് ഇവിടെ ആരും പറഞ്ഞില്ല. അത് വെറുതെ നാസർ ഞങ്ങളുടെ തലയിലേക്ക് വെക്കുന്നതാണ്. ഉള്ളതുപോലെ പറയാനാണ് മുഹമ്മദ് നിങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്. ഹദീസ് വേണോ അതിന്? അത് നിങ്ങൾ എന്തിനാ നിങ്ങൾ ഈ മറ്റേ ഈ വല്ലം പറയുമ്പോഴത്തെ മറ്റേ തൂറി തൂപ്പിക്കുന്ന പരിപാടി ആദ്യം നടക്കും. നാസറെ ഒരു മുഹമ്മദ് പഠിപ്പിച്ച ഗുണ്ടായിസം കാണിക്കില്ല. ആരെങ്കിലും സഭ അംഗീകരിക്കുന്നുണ്ടായിരുന്നു.
എന്നിട്ട് ഒരു നാസർ നിമിഷം ഒരു നിമിഷം അക്ബർ വെല്ലുവിളിക്കാനുള്ള നിങ്ങളെ ഒരു സഭ അനിൽ സെക്കൻഡ് അംഗീകരിക്കുന്നുണ്ടോ? നാസർ ഞാൻ 10 പേര് നാസർ അനിലിന്റെ കൂടെ നാസർ ഉണ്ടാനില്ല. നാസർ ഒരു സെക്കൻഡ് അനിലച്ച ഒരു സെക്കൻഡ് നാസർ പറഞ്ഞു ഞാൻ അടുത്ത ആൾക്ക് ഒരു നമ്മുടെ കൂട്ടത്തിൽ അല്ല അല്ല, എനിക്ക് നിങ്ങളോട് നിങ്ങൾ ഈ നാസർ വെല്ലുവിളിയായിട്ടുണ്ട് ഞാൻ കയറി വന്നത് അല്ല. നിങ്ങളത് മറ്റേ മ്യൂട്ട് പറയാം നാസറിന് ഉത്തരം തരാം. നാസർ ഒന്ന് മ്യൂട്ട് ചെയ്തേ ഓക്കെ. അനിലജാൻ ആരാണ്? അനിലജാനാണോ സംസാരിക്കുന്നത്? അനിലജ ജയ്സ് ബ്രദർ പറഞ്ഞു. ഓക്കെ, നമ്മുടെ വിഷയം ഇതായിരുന്നു. മുഹമ്മദിന്റെ സ്പേസിൽ പോയ ചരിത്രമാണ്, അതായത് ബുറാക്കിൽ കയറി മുഹമ്മദ് സ്പേസിൽ പോയ ചരിത്രമാണ് നമ്മൾ ഇന്ന് ഇവിടെ ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്നത്. ഇവിടുത്തെ വിഷയം ഇതായിരുന്നു. യഹൂദന്മാരുടെ വിശ്വാസം അനുസരിച്ച് ജെറുസലേം ടെമ്പിള് ആദ്യം സോളമന്റെ കാലത്ത് പണിയപ്പെടുകയും പിന്നീട് അത് തകർക്കപ്പെടുകയും അതിനുശേഷം വീണ്ടും ഹെറോദേസ് രാജാവ് പണി കഴിപ്പിക്കുകയും ഏറ്റവും അവസാനം AD 70 ഈ ജെറുസലേം ദേവാലയം തകർക്കപ്പെടുകയും ചെയ്തു. അപ്സിൽ പോയോ? ഇവിടെ ഉണ്ടോ? ഓക്കെ. ജെറുസലേം ദേവാലയം തകർക്കപ്പെടുകയും ചെയ്തു AD 70 കാലഘട്ടങ്ങളിൽ. അതിനുശേഷം മുഹമ്മദ് വന്നിട്ട് പറയുകയാണ്, മുഹമ്മദ് ജെറുസലേമിലുള്ള അല്ലക്സ പള്ളിയിൽ പോയി നിസ്കരിച്ചിട്ട് ബുറാക്കിന്റെ മുകളിൽ കയറി അള്ളാഹുവിനെ കാണാൻ സ്വർഗയാത്ര നടത്തി എന്നുള്ള ഒരു ഇസ്ലാം വിശ്വാസമുണ്ട്. നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു എതിർപ്പോ മറ്റൊന്നുമില്ല. എന്നാൽ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ AD 700 കാലഘട്ടത്തിന് മുമ്പ് ജെറുസലേമിൽ അല്ലക്സ എന്ന് പറയപ്പെടുന്ന ഒരു പള്ളി ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ ചരിത്രപരമായ തെളിവ് എന്തെങ്കിലും ഉണ്ടോ? 2, ആരാണ് ഈ പള്ളി പണിതത്? ഏത് കാലഘട്ടത്തിലാണ് ഈ പള്ളി പണിയപ്പെട്ടത്? നിങ്ങൾ ഇന്ന് ആരാധിച്ചു കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് നിങ്ങളുടെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഹോളി മോസ്ക് എന്നറിയപ്പെടുന്ന അല്ലക്സ പള്ളി ആരുടെ കാലഘട്ടത്താണ്? ആരാണ് പണി കഴിപ്പിച്ചത്? ഏത് നൂറ്റാണ്ടിലാണ് പണി കഴിപ്പിച്ചത്? ഇതാണ് ഒന്ന് ചരിത്രപരമായിട്ടുള്ള ഞങ്ങളുടെ ചോദ്യം. അഫ്സലെ പാട്ടാണ്. അഫ്സല് പറയുന്നത് കേൾക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ കേൾക്കുന്നുണ്ട്? ഇല്ല അഫ്സലെ, ക്ലിയർ അല്ല. ഇപ്പൊ കേൾക്കാമോ? ഇപ്പൊ പറഞ്ഞോ. അല്ല, ഈ ജെറുസലേം ടെമ്പിൾ ആരാണ് മസ്ജിദുൽ അഖ്സ പണി കഴിപ്പിച്ചതെന്ന് ഇസ്ലാമിക പ്രമാണങ്ങളിലെ വ്യക്തമല്ല. ആരാണ് പണി കഴിപ്പിച്ചതെന്ന് അറിയില്ല. ഓക്കെ, അതാണ് ഉത്തരം. അത് എന്തായാലും മുസ്ലിങ്ങള് സുഹൃത്ത് ജെറുസലേം ദേവാലയത്തിന്റെ കാര്യമല്ല ചോദിച്ചത്. ജെറുസലേം ദേവാലയം ഈ ക്രൈസ്തവരുടെ വിശ്വാസം അനുസരിച്ച് സോളമൻ രാജാവ് പണി കഴിപ്പിച്ചതാണ്. അതിന്നില്ല. ആ ദേവാലയം യേശുക്രിസ്തുവിന്റെ മരണത്തിന് ശേഷവും AD 70 കാലഘട്ടങ്ങളിൽ പരിപൂർണമായിട്ട് നശിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. ഇന്നും യഹൂദന്മാർ ഏറ്റവും ആകാംക്ഷയോടെ പ്രാർത്ഥനാ നിർഭരരായിരിക്കുന്നത് തന്നെ ആ ദേവാലയത്തിന്റെ പുനർനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനകളൊന്ന് അത് തന്നെയാണ്. അവർക്ക് ഏറ്റവും വലിയ ആഗ്രഹവുമാണ്. പക്ഷെ ഇവിടുത്തെ ചോദ്യം അതല്ല. AD 700 കാലഘട്ടങ്ങളിൽ, AD 600 കാലഘട്ടങ്ങളിലാണല്ലോ മുഹമ്മദിന്റെ ജീവിതം. മുഹമ്മദ് ജീവിച്ചു, നിങ്ങൾ പ്രവചിച്ചു എന്നൊക്കെ നിങ്ങൾ അവകാശപ്പെടുത്തുന്നു. ആ കാലഘട്ടത്ത് അല്ലക്സ പള്ളി ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ ചരിത്രപരമായ തെളിവെന്തുണ്ട്? ആരാണ് ഈ പള്ളി പണി കഴിപ്പിച്ചത്? ഏത് കാലഘട്ടത്താണ് ഈ പള്ളി പണി കഴിപ്പിച്ചത്? എന്താണ് ഈ പള്ളിയുടെ പ്രത്യേകത? അല്ല, അന്ന് അല്ലക്സ മോസ്ക് ഉണ്ടെന്ന് ആരാ പറഞ്ഞത്? അല്ലക്സ മോസ്ക് പണി കഴിപ്പിച്ചത് മാലിക് ബിൻ മർവാൻ എന്ന് പറയുന്ന ഒരു രാജാവാണ്, ഉമർ റളിയല്ലാഹു അൻഹു ജെറുസലേം കീഴടക്കിയതിനു ശേഷം. എന്നാൽ അവിടെ തന്നെ ഈ പറയുന്ന പറയാൻ അനുവദിക്കണം, ഇടയ്ക്ക് കയറരുത്. എന്നാൽ അവിടെ ഈ പറയുന്ന ജെറുസലേം ദേവാലയം മറ്റേ റോമക്കാർ തകർത്തതിന് ശേഷം അവിടെ ഈ സഭാപിതാക്കന്മാര് അതേ സ്ഥലത്ത് തന്നെ ചെറിയൊരു ഇതുപോലെ കെട്ടിയിട്ട് അവിടെ ആരാധന നടത്തിയിരുന്നു. അതാണ് അള്ളാഹു പറഞ്ഞത്, ആ പ്രദേശത്തെ ഞാൻ അനുഗ്രഹീതമാക്കിയിരിക്കുന്നു. ആ പ്രദേശത്ത് പോയിട്ടാണ് നബി നിസ്കരിച്ചത്. അതേ പറ്റിയിട്ട് അവിടെ ഈ മിറാജ് പറയല്ല അഫ്സലെ. ആ പ്രദേശത്തെ അനുഗ്രഹീതമാക്കിയെന്നല്ലോ പറഞ്ഞേ, അതിന്റെ പരിസരം അങ്ങനെ പറ. അപ്പൊ അവിടെ ഒരു പള്ളിയുടെ പരിസരം അഫ്സലെ പറയുന്നത് കേക്ക്. ഒരു പ്രദേശം എന്ന് പറയുന്നത് ആ ഭൂമി ആണെങ്കിൽ ഒരു പഞ്ചായത്ത് മൊത്തമോ അല്ലെങ്കിൽ ഒരു ജില്ല മൊത്തമോ ഒക്കെ ഉൾപ്പെടുത്തി ഞങ്ങൾ പറയാം. പക്ഷെ അതിന്റെ പരിസരം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു കെട്ടിടം അല്ലെങ്കിൽ ഒരു മരം അല്ലെങ്കിൽ ഒരു വസ്തു എന്തെങ്കിലും ഒന്ന് അതിന്റെ ചുറ്റുപാട് മാത്രം, അതായത് കുറഞ്ഞ സ്ഥലമാണത്. രണ്ടും വ്യത്യാസമുണ്ട്. പ്രദേശം എന്ന് പറയുന്നതും പരിസരം എന്ന് പറയുന്നതും വ്യത്യാസമുണ്ട്. അപ്പൊ അതിന്റെ പരിസരത്തെ അനുഗ്രഹീതമാക്കി എന്ന് പറയുമ്പോൾ അവിടെ ഒരു പള്ളിയുണ്ട്, ആ പള്ളിയുടെ പരിസരത്തെയാണ് അവിടെ പറയുന്നത്. മനസ്സിലായി? അല്ലാതെ ഒരു നഗരത്തെ മൊത്തമോ അല്ലെങ്കിൽ ആ ഒരു ഭൂപ്രദേശത്തെ മൊത്തമൊന്നും അല്ല അത്. അപ്പൊ അങ്ങനെ നിങ്ങളെന്താ നിങ്ങളുടെ സ്വന്തം കിതാബ് തന്നെ തിരുത്തി ഇങ്ങനെ പറയുന്നത്? അതിനകത്തുള്ളത് പറയേ. അതെ, മസ്ജിദുൽ അഖ്സയുടെ പരിസരം അനുഗ്രഹീതമാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് വെച്ചോ. അപ്പോ അവിടെ മസ്ജിദുൽ അഖ്സ വേണമെന്ന് നിർബന്ധമില്ല. മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്ന ഒരു പള്ളി വേണം നിർബന്ധമില്ല. ഞാൻ പറഞ്ഞത് അവിടെ സഭാപിതാക്കന്മാര് ഈ പറയുന്ന ഒരു
ചെറിയൊരു രീതിയിൽ ചർച്ച് പോലെ കെട്ടിയിട്ട് അവിടെ ആരാധന നടത്തിപ്പോന്നിരുന്നു. അവിടെയാണ് മുഹമ്മദ് നബി പോയത്. ഈ കാര്യത്തെപ്പറ്റി മുഹമ്മദ് നബിയോട് തന്നെ ചോദിച്ചു. അവിടെയുള്ള ഈ മിറാജ് സംഭവത്തിന് ശേഷം അവിടെ ഇങ്ങനെ പറഞ്ഞ സമയത്ത് അബൂജഹലും ആരും വിശ്വസിച്ചില്ല. മുഹമ്മദ് നബി പറയുമ്പോൾ തന്നെ അറിയാം ആരും പ്രത്യേകിച്ച് വിശ്വസിക്കാത്ത കാര്യമാണ്. അപ്പൊ മുഹമ്മദ് നബിയോട് ചോദിച്ചു ഈ ജെറുസലേം ടെമ്പിൾ എങ്ങനെയാണ്, അവിടെ എന്തൊക്കെയാണ് ഉള്ളത് പറയുമ്പോൾ പുള്ളി അത് കൃത്യമായിട്ട് മറുപടി കൊടുത്തപ്പോൾ അവർക്ക് മനസ്സിലായത് കണ്ടവര്. അപ്പൊ അതിനർത്ഥം എന്താണ്, എങ്ങനെ നമ്മൾ ലോജിക്കലായി മനസ്സിലാക്കണം, അവിടെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അവിടെ ഒരു ടെമ്പിൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്ന പിൽക്കാലത്ത് ഉമർ റളിയല്ലാഹു അൻഹു ജെറുസലേം കീഴടക്കിയതിനു ശേഷം പിൽക്കാലത്ത് മാലിക് ബിൻ മർവാൻ എന്ന് പറയുന്ന വ്യക്തി പണി കഴിപ്പിച്ച പോലൊരു പള്ളിയില്ല, എന്നാൽ അവിടെ സഭാപിതാക്കന്മാരും മറ്റും ചെയ്ത് ചെറിയ രീതിയിലുള്ള ഒരു പള്ളി ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം. അതിന് പോലും മുഹമ്മദ് നബി നിസ്കരിച്ചു എന്ന് മനസ്സിലാക്കുന്നതിൽ എന്താ പ്രശ്നം ലോജിക്കലായിട്ട്? ഇനി പറഞ്ഞുതരാം. അഫ്സലേ, ഇവിടെ അഫ്സലിന്റെ ഈ വ്യാഖ്യാനമൊന്നും അല്ല ഇവിടെ ഇരിക്കുന്നത്. കാരണം അഫ്സൽ ഇപ്പൊ ഈ പറഞ്ഞ ആ ഹദീസ് ഞാൻ വായിച്ചു കേൾപ്പിച്ചുതരാം. ജാബിർ ഇബ്നു അബ്ദുള്ള നിവേദനം, നബി പറഞ്ഞു, ഖുറൈശികൾ എന്റെ രാപ്രയാണത്തെ നിഷേധിച്ചപ്പോൾ ഞാൻ ഹിജ്ർ എന്ന കല്ലിന്മേൽ എഴുന്നേറ്റ് നിന്നു. അപ്പോൾ അള്ളാഹു എനിക്ക് ബൈത്തുൽ മുഖദ്സിനെ വെളിവാക്കി തരികയും അതനുസരിച്ച് കൊണ്ട് ഞാൻ അതിനെ നോക്കിക്കൊണ്ട് അതിന്റെ അടയാളങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങുകയും ചെയ്തു. സഹീഹ് മുസ്ലിം വാല്യം 1 ഭാഗം 1 ഹദീസ് നമ്പർ 278. ഇവിടെ മുഹമ്മദ് പറയുന്നത് ഈ ബൈത്തുൽ മുഖദ്സിനെ എനിക്ക് വെളിവാക്കി തന്നു, ഞാൻ അതിനെ നോക്കിക്കൊണ്ട് അതിന്റെ അടയാളങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തു. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ, ഇത് സ്വഹീഹ് മുസ്ലിമിലുള്ളതാണ്. ഇനി ഇബിൻ സഅദിന്റെ കിതാബുൽ തബാഖത്തുൽ കബീർ എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് വോളിയം 1 പേജ് 248 അവിടെ പറയുന്ന സമയത്ത് ഈ ഡോറുകളുടെ എണ്ണം ചോദിക്കുന്ന ഒരു ചെറിയൊരു കെട്ടിടമാണെന്നുണ്ടെങ്കിൽ 2 റൂം അല്ല 2 ഡോറോ 3 ഡോറോ ഇങ്ങനെ കാണും. ഇത് അങ്ങനെയല്ല, ഇത് വലിയൊരു ദേവാലയമായിട്ടാണ് പറയുന്നത്. ഇവിടെ കുറെ മുറികളൊക്കെയുള്ള വലിയൊരു സാധനം. അവിടെ ഞാനത് വായിക്കാം. ഐ സ്റ്റുഡ് അറ്റ് അൽ ഹിജർ, വിഷ്വലൈസ് ബൈത്ത് അൽ മുഖദ്ദസ് ആൻഡ് ഡിസ്ക്രൈബ്ഡ് ഇറ്റ്സ് സൈൻസ്. സം ഓഫ് them said, how many doors are there in the mosque? I had not counted them. So I began to look at it and counted them one by one and gave them information concerning them. അപ്പൊ ഇത് വലിയ ഒരു ഇതായിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് മുഹമ്മദ് പറഞ്ഞു, ഞാൻ അവിടെ കയറിയ സമയത്ത് ഞാൻ ഡോറുകളുടെ എണ്ണം നോക്കിയില്ല. അപ്പൊ ഇപ്പൊ അള്ളാഹു അത് കാണിച്ചു തന്നപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ഓരോന്ന് എണ്ണിയിട്ട് അവരോട് അതിന്റെ ഇൻഫർമേഷൻ പറഞ്ഞു കൊടുത്തു എന്ന് പറയുന്നത്. അപ്പൊ ചെറിയൊരു കെട്ടിടമൊക്കെ ആണെങ്കിൽ ആ ചെറിയ കെട്ടിടത്തിൽ എത്ര ഇതുണ്ടാവും? 2 വാതിൽ 3 വാതിൽ അല്ലെങ്കിൽ 4 വാതിൽ അത്രയൊക്കെ ഉള്ളൂ. അത് ആർക്കും കാണാൻ പറ്റുന്നത് എണ്ണാൻ പറ്റുന്നതൊക്കെ ആയിട്ടുള്ള സംഭവമാണ്. ഇത് അങ്ങനെയൊന്നും അല്ല, വലിയൊരു സംഭവമായിട്ടാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അഫ്സൽ പറയുന്ന പോലത്തെ സഭാപിതാക്കന്മാർ പണിത ഇതൊന്നും അല്ല. അവിടെ ഉണ്ടായിരുന്നതെന്ന് പറയുന്നത് ഒന്ന് യഹൂദന്മാരുടെ ഒരു സിനഗോഗ്, പിന്നെ ഉള്ളത് ഒന്നെന്ന് പറയുന്നത് ക്രിസ്ത്യാനികളുടെ പള്ളികളുണ്ട്. ഇതൊന്നുമല്ല, ഈ ക്രിസ്ത്യാനികളുടെ പള്ളീനൊന്നും അല്ലല്ലോ ഈ ബൈത്തുൽ മുഖദ്ദസ് എന്ന് നിങ്ങൾ പറയുന്നത്. അത് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഇപ്പം അവിടെയുള്ള സാധനത്തിനെയാണ്. ഇപ്പം അവിടെയുള്ള ആ സംഗതി അത് മുഹമ്മദിന്റെ കാലത്തില്ല, അത് പിൽക്കാലത്തുണ്ടായതാണ്. അപ്പൊ ഇല്ലാത്തൊരു സാധനത്തിൽ മുഹമ്മദ് എങ്ങനെ കയറി നിസ്കരിച്ചു? ഇതാണ് ചോദ്യം. അപ്പൊ അതിന് ക്രിസ്ത്യാനികളുടെ കുഞ്ഞ് പള്ളിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് വരണ്ട. ഇത് അങ്ങനെയല്ല, ഇത് വലിയൊരു സംഭവമായിട്ടാണ് ഇവിടെ പറയുന്നത്. കുറേ റൂമുകളും അതിന് മുറികളും ഡോറുകളും ഒക്കെ ഉള്ള സംഭവമായിട്ട് പറയുന്നത്. ഇപ്പുള്ള പള്ളിയാണ് അത് പറഞ്ഞത് എങ്ങനെ? അല്ലല്ല ആ ഒരു മിനിറ്റ് പറയട്ടെ, കേൾക്ക്. പറയാൻ അവസരം തരൂ. ഞാൻ പറഞ്ഞതിൽ കുറച്ചും കൂടി എന്റെ ചോദ്യം ഇതാണ് അഫ്സലെ, താങ്കൾ പറഞ്ഞു ഒന്ന് മുഹമ്മദ് നബിയുടെ കാലത്ത് ഈ പള്ളി ഇല്ലാരെന്ന് പറഞ്ഞു, ഉമർ അതിനുശേഷം ഖലീഫയാണ് ഇത് പണി കഴിപ്പിച്ചതെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ അവിടെ ഈ ഖുറാന്റെ ആയത്തിന്റെയും നിങ്ങളുടെ വിശ്വാസത്തിന്റെയും എല്ലാത്തിന്റെ അടിത്തറ ഇളകി കഴിഞ്ഞു ഓൾറെഡി. കാരണം മുഹമ്മദിന്റെ കാലത്ത് ഇല്ലാത്ത പള്ളിയിൽ കയറി മുഹമ്മദ് നിസ്കരിച്ചു എന്ന് പറയുന്നത് ഒന്നാമത്തെ തെറ്റ്. 2, താങ്കൾ ഇവിടെ പറഞ്ഞ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് സഭാപിതാക്കന്മാർ പണിത്. ഏത് സഭാപിതാക്കന്മാരാ നിങ്ങൾക്ക് പള്ളി പണിത് തന്നത്? ഇനി ക്രിസ്ത്യാനികൾ പണിത പള്ളിയിൽ ബഹുദൈവവിശ്വാസികളെന്ന് നിങ്ങൾ വിളിക്കുന്ന, പിഴച്ചു പോയവരെന്ന് നിങ്ങൾ പറയുന്ന, പിഴച്ചവരുടെ പള്ളിയിൽ കയറിയിട്ട് നിസ്കരിച്ച മുഹമ്മദ് ആരായി? ബഹുദൈവ വിശ്വാസികളുടെ പള്ളിയിൽ കയറി നിസ്കരിക്കാൻ മുഹമ്മദിന് എന്ത് അധികാരം? അല്ലെങ്കിൽ മുഹമ്മദ് അപ്പൊ ഒരു പ്രവാചകനാണോ? മുഹമ്മദ് നിങ്ങൾക്ക് ദുർമാതൃകയല്ലേ ആയത്? അപ്പോ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ പറയണം ക്രിസ്ത്യാനികളുടെ പള്ളി ഞങ്ങൾക്ക് വിശുദ്ധമാണെന്ന് നിങ്ങൾ പറയണം. അങ്ങനെയല്ല എങ്കിൽ ക്രിസ്ത്യാനികളുടെ പള്ളിയിൽ കയറി പ്രാർത്ഥന നടത്തിയ മുഹമ്മദ്, അതും പിഴച്ചവരെന്ന് ഫാത്തിഹ 1 ഖുറാന്റെ 1-ാമത്തെ സൂറയുടെ 7-ാമത്തെ ആയത്തിൽ പിഴച്ചു പോയവരെന്ന് നിങ്ങൾ പറയുന്ന ക്രിസ്ത്യാനികളുടെ പള്ളിയിൽ കയറി പ്രാർത്ഥന നടത്തിയ മുഹമ്മദ് എന്ത് മാതൃകയാണ് നിങ്ങൾക്ക് നൽകിയത്? പിഴച്ചുപോയവരുടെ പള്ളിയിൽ കയറി ബഹുദൈവ വിശ്വാസികളെ നിങ്ങൾ വിളിക്കുന്നവരുടെ പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചപ്പോൾ മുഹമ്മദ് അക്കാര്യത്തിൽ പങ്കാളിയായില്ലേ? അപ്പൊ താങ്കൾ പറയുന്നതിനകത്ത് മുഴുവൻ നറേറ്റീവ് മുഴുവൻ തെറ്റാണ്, നിങ്ങളുടെ വിശ്വാസത്തിന് തന്നെ എതിരാണ്. അപ്പോ ഏത് സഭാപിതാക്കന്മാരാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പള്ളി പണിതത്? ഏത് സഭാപിതാവ് പണിത പള്ളിയിലാണ് നിങ്ങളുടെ മുഹമ്മദ് കയറി പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞ ചരിത്രപരമായിട്ടൊന്ന് പറഞ്ഞു. ക്രിസ്തുവിനായി പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി മരിച്ചാൽ ക്രിസ്തുവിനായി